വെൽക്കം ടു കാർ ഗാരേജ്. നമ്മൾക്ക് നിലവിൽ വന്നിരിക്കുന്ന ഒരു ഹെഡ്ലൈറ്റാണ് DRL ഹെഡ്ലൈറ്റ്, അതല്ലെങ്കിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, അല്ലെങ്കിൽ HDMI ഹെഡ്ലൈറ്റ്. ഇങ്ങനെയൊക്കെ പേരുകളിലാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. അതായത് ഒരു വണ്ടി ആ ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പോഷ് ലുക്ക് വരും. അതായത് DRL ഹെഡ്ലൈറ്റിൻ്റെ ഗുണം എന്ന് വെച്ചിട്ട് അങ്ങനെയാണ്. അതിൻ്റെ ഒരു ഡിസൈനിങ്ങും അങ്ങനെയാണ്. ഒരു ഡയലൈറ്റും ഒരു ഇൻഡിക്കേറ്ററും ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പും ഒരു ബ്രൈറ്റ് ഹെഡ്ലൈറ്റും കൂടി അടങ്ങുന്ന ഒരു ഫുൾ സെറ്റാണ് അത് വരുന്നത്. അതെല്ലാ വണ്ടികൾക്കും അവൈലബിൾ ആണ്. അതായത് ഇന്നോവ ഫസ്റ്റ് ഞങ്ങൾ കൂടുതൽ ഇന്നോവയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നോവയ്ക്കും അതല്ല ഓൾട്ടീസ്, ക്യാമറി, അല്ലെങ്കിൽ വെർണ, സ്വിഫ്റ്റ്, എല്ലാ വണ്ടികൾക്കും ഈ ഹെഡ്ലൈറ്റ് നമ്മൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഏകദേശം ഒരു 24,500 ഇന്നോവയ്ക്ക് വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ റേറ്റ്. അപ്പോൾ ഏകദേശം ഒരു 20 രൂപ 22 രൂപ ആ റേഞ്ചാണ് മിക്ക വണ്ടികൾക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. ഇന്നോവ ക്രിസ്റ്റയ്ക്കും ഈ സംഭവം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ, അതായത് എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഫിറ്റിങ്സ് ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അതായത് ഇതിൻ്റെ സെറ്റ് അസംബ്ലി അങ്ങനെയാണ് വരുന്നത്. അതായത് ഒരു ബാക്കിലൊരു കപ്ലർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ ഒരു പാർക്ക് ലൈറ്റ് കൊടുക്കാനുള്ള ഒരു കപ്ലർ ഉണ്ടാവും. അതേമാതിരി തന്നെ സിഗ്നൽ ലൈറ്റിൻ്റെ കൊടുക്കാനുള്ള ഒരു കപ്ലർ ഉണ്ടാവും. പിന്നെ മോട്ടർ, അതായത് ഹെഡ്ലൈറ്റ് താഴേക്കും മേലേക്കും, അതായത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ആ മോട്ടറിലേക്കുള്ള ഒരു കപ്ലറും, ഇത്രയും കൊടുക്കാനുള്ള കപ്ലേഴ്സ് അതിലുണ്ടാവും. ഹെഡ്ലൈറ്റിൻ്റെ കൊടുക്കാനുള്ള കപ്ലർ അതിലുണ്ടാവും. ഇത് ചെയ്യുമ്പോൾ ഇതിന് വയറിംഗ് കിറ്റ് വേറെ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. ഹെഡ്ലൈറ്റിന് വെളിച്ചം കുറവ് വരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുമില്ല. അതായത് സാധാ ബൾബ് നമ്മൾ അതിലിടുമ്പോഴാണ് അങ്ങനെ ഹെഡ്ലൈറ്റിന് വെളിച്ചം കുറവ് വരുന്നത്. അതായത് പ്രൊജക്ടർ ലാമ്പും, അതായത് രണ്ട് ലാമ്പാണ് വരുന്നത്. ഒന്ന് ബ്രൈറ്റിനും ഒന്ന് ഡിമ്മിന് പ്രൊജക്ടർ ടൈപ്പ് ലാമ്പാണ് വരുന്നത്. ആ പ്രൊജക്ടർ ടൈപ്പ് ലാമ്പിൽ നമ്മൾ വേണമെങ്കിൽ കട്ടൗട്ട് റീഡിൽ വെച്ചിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കൂടിയിട്ടുള്ള ബൾബ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് മറ്റേ LED ടൈപ്പ് ഹെഡ്ലൈറ്റ് ബൾബ്, അതും അതിൽ സൂട്ടബിളാണ്. അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുള്ള പ്രകാശം കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ വീഡിയോസ് നമുക്ക് കാണാം. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പാക്കിങ്ങിലായിട്ടാണ് നമ്മൾക്ക് ഈ പാർട്സ് വരുന്നത്. ഇമ്പോർട്ടഡ് പാർട്സാണ്. പിന്നെ ആ ഒരു ഹെഡ്ലൈറ്റ് നോർമൽ ഹെഡ്ലൈറ്റിനേക്കാളും നല്ല ഒരു വെയിറ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അങ്ങനെയും മനസ്സിലാവും. അത് പെട്ടെന്ന് ഡിമ്മാവേ മങ്ങിപ്പോവേ അങ്ങനെയൊന്നും ചെയ്യില്ല. നമുക്ക് കാണാം, ഇതാണ് സംഭവം. ഇതിപ്പോൾ ടൈപ്പ് 4 കൺവെർട്ട് ചെയ്ത വണ്ടിയിലേക്ക് ആ ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. നോർമൽ ഹെഡ്ലൈറ്റിനേക്കാളും വളരെയധികം വ്യത്യാസമുണ്ട് നമ്മൾക്ക് ഈ ഹെഡ്ലൈറ്റ്. വളരെയധികം ഒരു ലുക്ക് നമ്മൾക്ക് ഈ ഹെഡ്ലൈറ്റ് തരുന്നുണ്ട്. ഇനി അതിൻ്റെ വർക്കിംഗ് ഒന്ന് നമ്മൾക്ക് കാണാം. ഇപ്പോൾ അത് ഡയലൈറ്റ് വേണമെങ്കിൽ പാർക്കിംഗ് കണക്ഷനിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു സ്ക്വയർ ബോക്സിലാണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത്. അത് ഈ ഡയലൈറ്റിൽ തന്നെ കത്തുന്ന ഇൻഡിക്കേറ്റർ ടൈപ്പും വരുന്നുണ്ട് കേട്ടോ മാർക്കറ്റിൽ. ഇത് നമ്മൾക്ക് വരുന്നത് ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ആ ഒരു രീതിയിൽ ഇൻഡിക്കേറ്റർ വരും. പിന്നെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റും ബ്രൈറ്റും ഡിമ്മും നിങ്ങൾക്ക് കാണാം. അതിൻ്റെ വർക്കിംഗ് ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇതുവരെയുള്ള വീഡിയോസ്, ഫിറ്റ് ചെയ്ത വീഡിയോസിൻ്റെ കുറച്ച് ഫോട്ടോസുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.